ജുറാസിക് വേൾഡ് റീബർത്ത് ഡയറക്റ്റഡ് ബൈ ഗാരത്ത് എഡ്വേർഡ്സ്. ഈ ഒരു സിനിമയിൽ നല്ല ക്യാമിയ റോൾസ് ഉണ്ട്. ക്യാമിയ റോൾസ് ആരാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിനോസേഴ്സ് ആണ്. ഇതിത്തെ ഡിനോസേഴ്സ്, അതായത് മെയിൻ ജുറാസിക് പാർക്ക് ഉണ്ടല്ലോ, ഒറിജിനൽ OG സാധനം ഉണ്ടല്ലോ ജുറാസിക് പാർക്കിന് 93 ഇറങ്ങിയ ആ ടൈം 90s ഇറങ്ങിയ ജുറാസിക് പാർക്ക് ഉണ്ടല്ലോ, നമ്മൾ ഈ കുട്ടിയിരുന്നപ്പോൾ അല്ലെങ്കിൽ പണ്ട് സ്റ്റാർ മൂവീസിൽ HBO കണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഇരുന്ന നമ്മളങ്ങനെ ഇരുത്തിയ മൂവി ഉണ്ടല്ലോ ജുറാസിക് പാർക്ക്, അല്ലെങ്കിൽ ആ ഒരു സീരീസ് ഓഫ് മൂവീസ്, അതിലൊക്കെ ഡിനോസേഴ്സ് ആണല്ലോ മെയിൻ. പക്ഷേ ഇതിൽ ഡിനോസേഴ്സ് ക്യാമിയ റോളാണ്. ഇത് ഇടയ്ക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ഉണ്ട്, ഞങ്ങളിവിടെ ഉണ്ട്, നിങ്ങൾ കാണുന്ന ജുറാസിക് പാർക്കാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഡിനോസേഴ്സ് വരുന്നുണ്ട്. പക്ഷേ മെയിനായിട്ട് ഒരു 10-15 മിനിറ്റോളം ക്ലൈമാക്സിലുണ്ട്. അത് പിന്നെ ഇഷ്ടത്തിൽ നിന്ന് ഇങ്ങനെ വരും, വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ കണ്ണിങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ വരും, ഇങ്ങനെ വരും, മുതല ഇങ്ങനെ വരുന്നതായിരിക്കും, ഇങ്ങനെ ഡിനോസേഴ്സ് ഇങ്ങനെ വരും. മ്യൂട്ടൻസ് ആണ്, പല വെർഷൻസ് ഉണ്ട്, ഇങ്ങനെ പറന്നു പോകുന്ന ഡിനോസേഴ്സ് ഉണ്ട് ആയിരിക്കും. പിന്നെ എന്തോ ഒരു സാധനം എന്താണ് ലാബിൽ നിന്ന് ഇങ്ങനെ എസ്കേപ്പ് ആവുക, ഇങ്ങനെ എന്തോ ഒരാളതിൻ്റെ ഉള്ളിൽ കൂടുക, തന്നെ എന്തിനാണിത്? ഇതാണ് ജുറാസിക് പാർക്ക്. പണി അറിയണമെങ്കിൽ നിർത്തിക്കൂടെ? അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്. അറിയണവർ ചെയ്ത് വെച്ചിരിക്കണ്, എന്നാൽ അവിടെ നിർത്തിക്കൂടെ? ഇത് റീബൂട്ട്, ഇതിപ്പോൾ 7ാമത്തെ സാധനം. ഇതിന് മുന്നേ ഇറങ്ങിയ ജുറാസിക് പാർക്ക് ഇതേപോലത്തെ അവസ്ഥയാണ്. അത് കുട്ടികൾ വരെ ചിരിച്ചു പോകുന്ന രീതിയിൽ ഇതിന് മുന്നത്തെടുത്ത് ആദ്യവും കഷ്ടം. അതിൽ പിന്നെ ഇടയ്ക്കെങ്കിലും ഇങ്ങനെ ചിരിക്കാനുള്ളെങ്കിലും ഇത് ചിരിക്കാൻ വലിയ കാര്യമൊന്നും ഇല്ല. അതേപോലെ തന്നെ ഇതിന്റെ ഇമോഷണൽ കണക്ഷൻ ഏറ്റവും വലിയ കോമഡിയാണ്. അത് ഇതിൽ ഒരു ക്യാരക്ടർ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതാണ് സ്പോയിലർ ഒന്നല്ല, അയ്യോ സ്പോയിലറേ അല്ലേ, ഓരോ ക്യാരക്ടർ മരിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സീനിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ സിനിമ പോകുന്നത്. ഞാനിത് ഒരാള് ഒരു പെണ്ണിനായിട്ട് ഒരു ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, അത് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ പരിചയമുണ്ട്. അതിലൊരു പെണ്ണ് മരിച്ച് ഒരു വെള്ളത്തിൽ ഒരു സാധനം വന്ന് അതിനെ പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ ഈ ചങ്ങായി കുറേ 2 സെക്കൻഡ് 3 സെക്കൻഡായിട്ട് നിന്ന് കരഞ്ഞ് അതിനടുത്ത സീനുണ്ട് ബോട്ട് നേരാക്കാൻ സുഖമായിട്ട്. ബോട്ട് നേരാക്കണം, എന്താ കയറിങ്ങനെ പിടിച്ച് കഴുത്തി കിടക്കുന്ന ആളുടെ സെറ്റാവണം, പോകണ്ടേ ഡിനോസറിനെ പിടിക്കണ്ടേ എന്നുള്ള രീതിയിൽ. ഇതെന്താ സംഭവം? ഇങ്ങനെ ഒരു ക്യാരക്ടർ മരിക്കുക, ഓരോ ക്യാരക്ടർ മരിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം ആൾ ഇവരെ ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിലെ സിനിമ പോകണം. പിന്നെ VFX ഒക്കെയാണ്, സൗണ്ട് ഡിസൈൻസും കിട്ടുവാണ്, അത് ആസ് യൂഷ്വൽ കിട്ടുവാണ്. അത് 2 ഡിനോസർ ചേർന്നില്ല, അത് 2-3 പ്രാവശ്യം ഇങ്ങനെ ഓരോ ഡിനോസർ എന്തെന്നാണ് ആ ഡിനോസറിന് എന്ത് ജുറാസിക് പാർക്കപ്പം ഞാൻ കണ്ടെന്ന് വരെ ആലോചിച്ചു പോയി. എന്താ സംഭവം ഇവർ കാട്ടിയിരിക്കുക? അതായത് 3D ഗ്ലാസ് വെച്ച് പൊട്ടന്മാരെ മാറ്റിയിരിക്കുക. ഇതെന്താ ഇത്? കണ്ണട വെച്ച് എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് തരണ്ടേ? ഇത് മോഹൻലാൽ ഡയറക്ടർ ബറൂസിൽ വരെ ഉണ്ടായി. 3D ആയതുകൊണ്ട് ഇങ്ങനെ ഒരു കുന്തങ്ങനെ എടുത്തേക്ക് വരുന്ന ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ ഉണ്ടായിരുന്നത് ബറൂസിൽ. ഇതിൽ അതുമില്ലടേ. ഇതിൽ ഡിനോസർ ഇങ്ങനെ നടക്കുകയാണ്, പൊട്ടം കടിച്ച മാതിരി. മനുഷ്യന്മാർ എടുത്തു കൂടെ പോകണ വരെ അറിയാത്ത കുറെ ഡിനോസർ. എന്തെന്നാണ് ഈ കാണിക്കുന്നത്? അപ്പൊ ഇതിന്റെ മുന്നത്തെ OG സാധനം ഉണ്ടല്ലോ, ഒറിജിനൽ സാധനം ഉണ്ടല്ലോ ജുറാസിക് പാർക്കിന്, അതിലൊക്കെ ഹ്യൂമൻസ് ഒക്കെ എടുത്തു കൂടെ പോകുമ്പോഴോ അല്ലെങ്കിൽ അനങ്ങുമ്പോഴോ നടക്കുമ്പോൾ ഒരു കൊമ്പ് ചവിട്ടുമ്പോഴോ സാധനം ക്ലിക്കാവും ഡിനോസറിന്. മനസ്സിലായി? ഇത് എന്ത് ചെയ്താൽ ഡിനോസർ ഡിനോസർ കിടന്ന് ഉറങ്ങണ്. ഒരു വലിയ ഡിനോസർ ഒന്നും ഇല്ല ഇതില്. ഞാൻ പറഞ്ഞ ഒറിജിനൽ സാധനത്തിന് അന്ന് ഞാൻ കഴിവുള്ളവർ ചെയ്ത് വെച്ചേക്കാം, പിന്നെ അവിടെ നിർത്തുക. അതിന് പറ്റില്ലെങ്കിൽ പിന്നെ നിർത്തുക. പിന്നെ റീബർത്ത് എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഇതിങ്ങനെ ആൾക്കാരിട്ട് പരീക്ഷിക്കുന്നത്? അത് എന്തോ ഒരു ഫ്ലാറ്റ് സ്ക്രിപ്റ്റ് ഇവർ എഴുതിക്കണ, സിനിമക്ക് എന്തെങ്കിലും എഴുതിക്കണം ഇവര്. അത് ഫ്ലാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ മറ്റേ ഈ ഡിനോസേഴ്സ് ഇങ്ങനെ വന്നു പോകും. അത് എങ്ങനെയൊക്കെ മ്യൂട്ടൻസ് എന്ന് പറഞ്ഞിട്ട് ആകാശത്തു കൂടെ ഇങ്ങനെ പറന്നു പോണ സാധനങ്ങളുണ്ട്, വെള്ളത്തിന്റെ അടിയിൽ കൂടെ പോണ സാധനങ്ങളുണ്ട്. പിന്നെ വെള്ളത്തിന് കരയിൽ നിൽക്കാൻ പറ്റുന്ന സാധനം തവള പോലത്തെ ഡിനോസേഴ്സ് ഉണ്ട്. പിന്നെ ഇത് നമ്മൾ കണ്ടിട്ടുള്ള ഈ ടീറക്സ് എന്നൊക്കെ പറഞ്ഞ ഡിനോസേഴ്സ് അങ്ങനത്തെ ഒന്നുണ്ട്. അത് ഈ സിനിമയിലാകെ 2-3 പ്രാവശ്യം കാണിച്ചിട്ടുള്ളൂ. പൊട്ടന്മാരാ ഡിനോസേഴ്സ്, മൊത്തം പൊട്ടന്മാരാ. എന്നിട്ടും ആൾക്കാർ മരിക്കുന്നത്. ഡിനോസേഴ്സ് ഇങ്ങനെ എടുത്തുകൂടെ ഒരാൾ പോയാലും കൂടെ അറിയാത്ത ഡിനോസേഴ്സ്. ഇതിൽ തന്നെ മറ്റേ എന്താ പറയാ, ഈ മറ്റേ ഇറച്ചി ഭക്ഷണം തിന്നണവരുണ്ട്, തിന്നാത്തവരുണ്ട്, മനുഷ്യന്മാരൊന്നും കാട്ടാത്തവരുണ്ട്. പിന്നെ വലിയ എന്തോ കങ്കാരു പോലത്തെ ഒരു സാധനം ഇങ്ങനെ വന്ന് കിടത്ത. ഇത് എന്തത് വണ്ടറല്ലേ ഇത്? എന്താ സംഭവം? ഇത് എന്ത് പടാ ഇത് ഇങ്ങനെ എന്നിട്ട് 3D ഞാൻ ഇങ്ങനെ ക്ലാസ് വെച്ചിരിക്കും, ഒന്നുമില്ല. ഇത് 2D തന്നുകൂടെ എന്നാ? ഇത് ഡിനോസറിന്റെ പല്ലും കൂടി കാണില്ല എടുത്തിട്ട്. പിന്നെ എന്തിനാ 3D? അങ്ങനെ ത്രൂ ഔട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരുന്ന് കണ്ട ഒരു ചേമ്പിലൊരു എന്തൊരു ലെജൻഡറി ഫ്രാഞ്ചൈസ് ആയിരുന്നത്. കാട്ടിച്ചിങ്ങനെ കാണണങ്ങൾ. ഞാൻ പിന്നെ സ്കാർലെറ്റ് യോഹാൻസന് ഇത്രയോ ഗംഭീര ആക്ട്രസിനെ കിട്ടിയിട്ട് എന്തെന്നാ ഇതിന് കാട്ടിച്ചിരിക്കുന്നത്? മൂപ്പത്തിരിക്കൊന്നും മേലാണെങ്കിൽ ചെയ്യാനും ഒന്നും ഇല്ല ഇതിന്. വല്ലാത്തൊരു ദാരിദ്ര്യം പിടിച്ച പടമായി പോയി. എടുക്കാൻ വയ്യ പടം. അതന്നെ സംഭവം. അത് പണ്ട് ചെറിയ അത്രയും പണ്ടത്തെ സെയിം ആ സാധനം 90s ഇറങ്ങിയ ജുറാസിക് പാർക്ക് ഇന്ന് ഇവിടെ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും ആ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ഇത് 2025 ഇത്രയും ടെക്നോളജീസ് ഉണ്ടായിട്ടും ഫ്ലാറ്റ് സ്ക്രിപ്റ്റ്, ഫ്ലാറ്റും അയ്യോ തുടക്കം തന്നെ നമുക്ക് മനസ്സിലാവും എന്ത് ഏത് എണ്ണാക്കിക്കാണ് ഈ കഥ പോകണമെന്ന് മനസ്സിലാവും. അതേപോലെ വരച്ചപ്പാല്. പിന്നെ ബോറടി. പിന്നെ പോയിട്ടും എത്താത്ത. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ പേടിപ്പിക്കും. ആൾക്കാർ ഉറങ്ങുന്നുണ്ടെങ്കിൽ നീക്കണ്ടേ, അതിന് ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ കുരക്കണം, നായ്ക്കൾ കുരക്കണം, ഡിനോസേഴ്സ് ഇങ്ങനെ വരും.
ഡിനോസേഴ്സ് ഈ അലറുമ്പോഴുള്ള സൗണ്ട് ഡിസൈൻ സൂപ്പറാണ്. പക്ഷെ അതന്നെ ഉള്ളൂ, അത് സൗണ്ട്. പക്ഷെ അതിന് അലറിയിട്ടെങ്കിലും ഒരു എക്സ്പീരിയൻസ് കിട്ടുക അതുമില്ല. കാരണം എന്താ 3-4 പ്രാവശ്യം അലറണുള്ളൂ. അലറിനാണെങ്കിൽ മൊണ്ണ ഡിനോസേഴ്സും കുറേ സാധനങ്ങൾ പറഞ്ഞു, കുറേ സാധനം വെള്ളത്തിൽ കൂടെ പോകും. എന്തിനാണിത്? ഒന്ന് പോരെ, ഒരാൾ ചെയ്ത് വെച്ചിക്കണല്ലോ, അതൊന്ന് കോപ്പി അടിച്ചിട്ടെങ്കിലും ചെയ്തൂടെ? അതിനും വയ്യ. അങ്ങനത്തെ ഒരു മൂവി എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു ദാരിദ്ര്യം പടമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഈ ഒരു പടം തോന്നിയത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. ദിസ് ടോക്സ് സൈനിങ് ഔട്ട്.